Understanding Refugeeism, an introduction to Tibetan refugees in India. ഈ ചാപ്റ്ററിൽ ഫസ്റ്റും സെക്കൻഡും പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ ആൻസർ ഇൻ എ സെൻറ്റൻസ് ഓർ ടു എന്ന് പറഞ്ഞ ഭാഗത്തിൽ എ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ UN കൺവെൻഷൻ ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ് ഡിഫൈൻ എ റെഫ്യൂജി? എങ്ങനെയാണ് ഒരു അഭയാർത്ഥി, റെഫ്യൂജി എന്ന് പറഞ്ഞവരാണ് അഭയാർത്ഥികൾ അല്ലേ, അഭയാർത്ഥിയുടെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഹൗ ഡസ് ദിസ് UN കൺവെൻഷൻ ഡിഫൈൻ ദം, എങ്ങനെയാണ് ഒരു റെഫ്യൂജിയെ ഡിഫൈൻ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇതിൽ UN കൺവെൻഷൻ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡെഫിനേഷൻ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 141 കൊടുത്തിരിക്കുന്ന ആ സെയിം ഡെഫിനേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വാക്കുകൾ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല നിങ്ങളുടെ ഓൺ വേർഡ്സിലാണ് നിങ്ങൾ ഈ ആൻസർ എഴുതുന്നതെങ്കിൽ ഇൻവേർട്ടഡ് കോമ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ആശയം വന്നാൽ മതി. Okay, so according to the status of refugees, the UN Convention defines a refugee as, അത്രയും നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് അല്ലേ. സോ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജി വെച്ച് എങ്ങനെയാണ് UN കൺവെൻഷൻ റെഫ്യൂജിയെ ഡിഫൈൻ ചെയ്യുന്നത്? Owing to a well found fear of persecution. പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഉടനീളം ആവശ്യം വരുന്നതാണ് കേട്ടോ. അപ്പോൾ ചില കീ ടേംസ് എന്നൊക്കെ നമ്മൾ പറയും, അപ്പോൾ കീ വാക്കുകൾ. അപ്പോൾ ഈ ടെക്സ്റ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു റെഫ്യൂജി എന്ന് പറയുമ്പം അവരെപ്പോഴും പെർസിക്യൂഷൻ അനുഭവിക്കുന്നവരായിരിക്കും. പെർസിക്യൂഷൻ, സോ പീഡനം, ഉപദ്രവം. സോ പീഡനം എന്നുള്ള കൂടുതൽ ആപ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ പെർസിക്യൂഷൻ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ സ്പെല്ലിങ്ങും പഠിക്കുക. വാക്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ നോക്കുക. സോ ഓവിങ് ടു എ വെൽ ഫൗണ്ട് ഫിയർ ഓഫ് പെർസിക്യൂഷൻ, ഉപദ്രവം അല്ലെങ്കിൽ പീഡനം പേടിച്ച്. എന്തൊക്കെ കാരണം കൊണ്ടുള്ള പീഡനം? ഫോർ ദ റീസൺസ് ഓഫ് റേസ്, റിലീജിയൻ, നാഷണാലിറ്റി, മെമ്പർഷിപ്പ് ഓഫ് എ പെർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പ് ഓർ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റേസ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വംശത്തിലുള്ളവരായോണ്ടോ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള റിലീജിയൻ വിശ്വസിക്കുന്നവരായോണ്ടോ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നാഷണാലിറ്റി ഉള്ളവരായതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ചിന്താഗതിയുള്ള ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പോ പൊളിറ്റിക്കൽ ഒപ്പീനിയനോ ഒക്കെ ഉള്ള അതിൽ ബിലോങ് ചെയ്യുന്നവരായതുകൊണ്ട് പീഡനം അനുഭവിക്കുക. അത് കാരണം. ഓക്കെ, സോ owing to a well-found fear of persecution for reason of race, religion, nationality, membership of a particular social group or political opinion, is outside the country of his nationality. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് അവരുടെ നാഷണാലിറ്റി ആയിട്ടുള്ള അവരുടെ ആ രാജ്യത്ത് നിന്നും പുറത്തു പോകേണ്ടി വരുവാണ്. And is unable or owing to such fear is unwilling to avail himself of the protection of that country. So ആ രാജ്യത്തിൻ്റെ പുറത്തായിരിക്കുന്നതുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ they are afraid of asking for the help of their country. കാരണം എന്താ? അവരിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കൂടുതൽ ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒളിവിൽ താമസിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. മനസ്സിലായോ? സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉള്ള ഒരു വ്യക്തിയെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് UN കൺവെൻഷൻ അനുസരിച്ച് ഒരു റെഫ്യൂജി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ owing to a well-found fear of persecution for reasons of race, religion, nationality, membership of a particular social group or political opinion, is outside the country of his nationality and is unable or owing to such fear is unwilling to avail എന്ന് പറയുന്നത് എന്താണ്? to get, ഓക്കെ, അല്ലെങ്കിൽ to ask for, ചോദിക്കാനായിട്ട് പറ്റുന്നില്ല. to avail himself of the protection of that country. Clear? Okay, so that is the definition of refugee. First answer.
ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻസർ പഠിച്ചു വെച്ചിരുന്ന വേറെ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് എസ്പെഷ്യലി എസ്സേയിലൊക്കെ വരുമ്പം നിങ്ങൾക്ക് ഇത് അതേപടി യൂസ് ചെയ്യാം. 100 വേർഡ്സിൽ ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഇതേപടി നമുക്കിത് യൂസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നല്ലവണ്ണം ഈ ആൻസർ പഠിച്ചു വയ്ക്കുക. ദെൻ ബി ക്വസ്റ്റ്യൻ, what is the difference between refugees and other immigrants and ethnic minorities? ഓക്കെ, റെഫ്യൂജികളും മറ്റ് ഇമിഗ്രൻസ് അല്ലെങ്കിൽ എത്നിക് മൈനോറിറ്റീസും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെഫ്യൂജികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അഭയാർത്ഥികൾ അല്ലേ. എന്താ ഈ ഇമിഗ്രൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ കുടുംബമായിട്ട് എന്താ അമേരിക്കയിൽ പോയി സെറ്റിൽ ചെയ്യുക, ഇന്ത്യൻ ആയിട്ടുള്ള ഒരു വ്യക്തി കുടുംബമായിട്ട് അമേരിക്കയിൽ പോയി സെറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി താമസിക്കുന്നത്, നമ്മുടെ ഇഷ്ടപ്രകാരം പോയി അങ്ങനെ താമസിക്കുന്നതാണ് നമ്മൾ ഇമിഗ്രൻസ് എന്ന് പറയുന്നത്. ആൻഡ് മറ്റ് എത്നിക് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള എന്താ പറയുക, ഇപ്പോൾ ചില ആദിവാസി ട്രൈബുകളൊക്കെ ഉണ്ട് അല്ലേ. സോ അപ്പോൾ അങ്ങനെയുള്ള മൈനോറിറ്റീസും ഈ നമ്മളുടെ റെഫ്യൂജീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 142 ലാസ്റ്റ് പാരഗ്രാഫിൽ ഇതിൻ്റെ ആൻസർ കിടപ്പുണ്ട്. ഓക്കെ, സോ refugees are group of people who move from their home or country, especially in times of war or other political or religious crisis, fearing persecution. അപ്പോൾ റെഫ്യൂജികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരവരുടെ വീട്ടിൽ നിന്ന്, അവരുടെ വീടുകളിൽ നിന്ന്, ഹോം ഓർ കൺട്രി അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൽ നിന്നും എന്താണ് മാറി താമസിക്കേണ്ട വരുവാണ്, അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട വരുവാണ്. എസ്പെഷ്യലി ഏത് സമയങ്ങളിലാണ്? ഇൻ ടൈംസ് ഓഫ് വാർ ഓർ അതർ പൊളിറ്റിക്കൽ ഓർ റിലീജിയസ് ക്രൈസിസ്. വാറോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ളതോ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്താണ് ഇവർക്ക് ഇങ്ങനെ മാറി താമസിക്കേണ്ടി വരുന്നത്. ഫിയറിങ് എന്താണ്? പെർസിക്യൂഷൻ. മുന്നേ നമ്മൾ പറഞ്ഞൊരു വേർഡാണ് അല്ലേ പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ. എന്താ? പീഡനം പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഉപദ്രവം പേടിച്ചിട്ട് അവരുടെ വീടുകളിൽ നിന്നോ രാജ്യത്തിൽ നിന്നോ ഒരു യുദ്ധത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് മാറി നിൽക്കേണ്ട വരുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടത്തോടെയാണോ അവർ മാറി നിൽക്കുന്നത്? അല്ല, അവർ അതിനായിട്ട് നിർബന്ധിതരാവുകയാണ് അല്ലേ. വേറാസ് ഇമിഗ്രൻസ് ആർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വോളണ്ടറിലി, അവിടെ ഒരു കീ പദമാണിത്, വോളണ്ടറിലി എന്ന് പറഞ്ഞാൽ ആ വാക്ക് സ്പെല്ലിങ് പഠിക്കുക കേട്ടോ. വോളണ്ടറിലി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വമേധയാ, സ്വന്തം ഇഷ്ടപ്രകാരം. വോളണ്ടറിലി എന്ന് പറഞ്ഞാൽ സ്വമേധയാ, അവരുടെ ഇഷ്ടപ്രകാരം തന്നെ. മൂവ് ടു അനദർ കൺട്രി ഇൻ സെർച്ച് ഓഫ് ഗ്രീൻ പാസ്റ്റേഴ്സ്. പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പുൽമേടുകൾ എന്നാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പാസ്റ്റേഴ്സ്, ഇൻ സെർച്ച് ഓഫ് ഗ്രീൻ പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എക്കണോമിക്. ഇപ്പോൾ എന്തിനാണ് നമ്മളുടെ തന്നെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരൊക്കെ എന്താണ് മറ്റ് ഫോറിൻ രാജ്യങ്ങളിലൊക്കെ പോയി അവർ ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യുന്നൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കും എന്തിനാണ് ഇവിടെ നാട് വിട്ടിട്ട് അങ്ങനെ പോയി താമസിക്കുന്നത്? എന്തിനായിരിക്കും? നല്ല ജോലി, നല്ല ശമ്പളം, അല്ലെങ്കിൽ നല്ല ജീവിത സാഹചര്യങ്ങൾ, അതൊക്കെ ആഗ്രഹിച്ചല്ലേ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇൻ സെർച്ച് ഓഫ് ഗ്രീൻ പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നല്ല എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ്, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയൊക്കെ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് പോയി താമസിക്കുന്നവരാണ് അല്ലേ. സോ they voluntarily move to another country in search of green pastures to improve their economic position. അവരുടെ എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഒക്കെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പോയി താമസിക്കുന്നവരാണ് ഇമിഗ്രൻസ്. അപ്പോൾ ഈ റെഫ്യൂജീസും ഇമിഗ്രൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ? റെഫ്യൂജീസ് അവരുടെ ഇഷ്ടപ്രകാരം പോകുന്നതാണോ? അല്ല. യുദ്ധമോ അല്ലെങ്കിൽ റിലീജിയസോ പൊളിറ്റിക്കലായിട്ടുള്ള ക്രൈസിസ് ഒക്കെ വരുമ്പം അങ്ങനെ പോയി താമസിക്കേണ്ടി വരുന്നവരാണ് റെഫ്യൂജീസ്. എന്നാൽ ഈ ഇമിഗ്രൻസ് ആയിട്ടുള്ളവരോ സ്വമേധയാ, മറ്റ് ക്രൈസിസോ പീഡനമോ ഒന്നും പേടിച്ചൊന്നുമല്ല, സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം കൂടുതൽ ഉയർന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി, എക്കണോമിക് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടി സ്വമേധയാ പോയി താമസിക്കുന്നവരാണ് ആര്? ഇമിഗ്രൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ദെൻ
Next question. What, according to WN Zenos, is the problem of refugees in our country? നമ്മളുടെ രാജ്യത്തുള്ള റെഫ്യൂജീസ് അവരുടെ പ്രശ്നം എന്താണ്? അക്കോർഡിംഗ് ടു WN Zenos. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 143 ഈ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു WN Zenos, the problem of refugees in our time is a symptom of uprootedness or homelessness, where the space is more political than geographical. എന്താണ് ഇതിൽ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ വേരില്ലാത്ത അവസ്ഥ, വേര് പിഴുത് മാറ്റപ്പെട്ട അവസ്ഥ, അതല്ലേ? നിങ്ങളൊന്ന് അഭയാർത്ഥികളെ കുറിച്ചൊന്ന് ഓർത്ത് നോക്കിയേ. അവർ ഇപ്പോൾ ടിബറ്റിലുള്ള അഭയാർത്ഥികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലേ? സോ അപ്പോൾ അവരെ ഒക്കെ ആസ്പദമാക്കിയാണ് ഈ ഒരു അവരുടെ ഒരു ലൈഫൊക്കെ ആസ്പദമാക്കിയാണ് ഈ ഒരു എസ്സേ എഴുതപ്പെട്ടത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, അവരുടേതായ തനതായ കൾച്ചർ, അവരുടേതായ തനതായ എന്താ പറയുക ആചാരങ്ങൾ, എന്താ പറയുക റിലീജിയസ് ആയിട്ടുള്ള എന്താ പറയുക ബിൽഡിങ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. തനതായ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതെല്ലാം വെടിഞ്ഞാണ് അവർക്ക് മറ്റൊരു രാജ്യത്ത്, ചിലപ്പോൾ ക്ലൈമറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും, അവിടുത്തെ എന്താ പറയുക, ചിലപ്പോൾ അവരുടെ സ്റ്റേപ്പിളായിട്ടുള്ള അവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫുഡൊന്നും ഇവിടെ ചിലപ്പം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി സാഹചര്യങ്ങൾ അവർക്കുണ്ടാവും. അവരുടെ ആ പഴയ ദേവാലയങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ റിലീജിയസ് ആയിട്ടുള്ള ടെമ്പിൾസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഒരു വേരെല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് അവർക്ക് മറ്റൊരു രാജ്യത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു അഭയാർത്ഥിയായിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു വേര് നഷ്ടപ്പെട്ട ഒരവസ്ഥ, അല്ലെങ്കിൽ വേര് പറിച്ചു മാറ്റപ്പെട്ട ഒരവസ്ഥ, അത് വീട് നഷ്ടപ്പെട്ടു എന്നുള്ളതിലുപരി സോ ഇറ്റ് ഈസ് മോർ പൊളിറ്റിക്കൽ ദാൻ ജിയോഗ്രഫിക്കൽ. സോ ഞാൻ താമസിച്ചു ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന വീട് എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതിലുപരി, അങ്ങനത്തെ ഒരു ജോഗ്രാഫിക്കലായിട്ടുള്ള ഒരു പോയിന്റിലുപരി ഇറ്റ്സ് മോർ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അത് എന്നാണ് ആര് പറയുന്നത്? WN Zenos പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഹിം, the problem of refugees in our time is a symptom of uprootedness or homelessness, where the space is more political than geographical. Okay, then next question is, when and to refer to whom was the term refugee coined? എന്നാണ്, അല്ലെങ്കിൽ ആരെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ റെഫ്യൂജി എന്നൊരു പദം കോയിൻ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരെക്കുറിച്ച് പറയാൻ വേണ്ടിയാണെന്ന് എന്നാണ് ഡി ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ടേം refugee was first coined in the West to refer to the French Protestants who fled from the forced conversion policy of the French state. സോ എവിടെയാണ്? ഫ്രാൻസിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ ഫ്രഞ്ച് പ്രൊട്ടസ്റ്റൻസ് ആദ്യമായിട്ട് എന്താ പറയുക മതപരിവർത്തനം പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോകേണ്ട വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രഞ്ച് പ്രൊട്ടസ്റ്റൻസ്, അവരെ റെഫർ ചെയ്യാനാണ്. ഓക്കെ, അവരെക്കുറിച്ച് പറയാനായിട്ടാണ് ആദ്യമായിട്ട് ദ ടേം റെഫ്യൂജി വാസ് യൂസ്ഡ് ഓർ കോയിൻഡ്. ഓക്കെ, ദെൻ ഈ question, how did the Universal Declaration of Human Rights address the problems of the refugees? So, എങ്ങനെയാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അത് റെഫ്യൂജീസിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നതെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, so the Universal Declaration of Human Rights proclaimed basic rights for all human beings irrespective of their nationality or citizenship. Okay, so
1948 കേട്ടോ ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വരുന്നത്. അപ്പോൾ ഈ യുദ്ധങ്ങളൊക്കെ നടന്നപ്പോൾ എസ്പെഷ്യലി എന്താ പറയുക വേൾഡ് വാർസ് ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ ജനങ്ങൾ ഇതുപോലെ അഭയാർത്ഥികളായി പല നാടുകളിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അന്നേരമാണ് ഈ അഭയാർത്ഥികളുടെ ഇഷ്യൂ എന്നുള്ള രീതിയിൽ ലോകമെമ്പാടും അല്ലെങ്കിൽ ഈ അഭയാർത്ഥികൾ എന്നുള്ള ഒരു അങ്ങനെയുള്ള ആ ഗ്രൂപ്പിനെ കുറിച്ച് ലോകമെമ്പാടും ചർച്ചകൾ ഉണ്ടാവാനായിട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഈ റെഫ്യൂജീസിൻ്റെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അവർ പ്രൊക്ലെയിം ചെയ്ത ഒരു കാര്യമാണ്, അവർ പറഞ്ഞൊരു കാര്യമാണ് ബേസിക് റൈറ്റ്സ് ഫോർ ഓൾ ഹ്യൂമൻ ബീങ്സ്. ഇപ്പോൾ ടിബറ്റനായിട്ടുള്ള ഒരു വ്യക്തി ഇന്ത്യയിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ അവന് മൗലികമായ അവകാശങ്ങൾ ഇല്ല, അല്ലെങ്കിൽ അവന് ഇന്ന അവകാശങ്ങളില്ല, അല്ലെങ്കിൽ ഇന്ന അവകാശങ്ങൾ അവന് നിഷേധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നൊന്നുമല്ല. എവിടെ ആയിക്കോട്ടെ മനുഷ്യനായി ജനിച്ചോ അവന് അനുഭവിക്കാനായിട്ട് അർഹതയുള്ള ചില മൗലികമായ അല്ലെങ്കിൽ ചില എന്താ പറയുക ചില അവകാശങ്ങളുണ്ട്. സോ ഇറസ്പെക്റ്റീവ് ഓഫ് their nationality or citizenship, they have the right, all human beings irrespective of their nationality or citizenship has some basic rights. Okay, it also recognizes the refugees are not only the victims of human rights violation but also they represent a distinct group of individuals without the protection of a national state. So യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞ മറ്റൊരു കാര്യവും കൂടിയാണ്, പോയിന്റ് ഔട്ട് ചെയ്ത മറ്റൊരു കാര്യവും കൂടിയാണ് ഈ റെഫ്യൂജികൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക പീഡനം അനുഭവിക്കുന്നവരും അല്ലെങ്കിൽ വേണ്ട ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ അത് നിഷേധിക്കപ്പെട്ടവർ എന്നുള്ളൊരു ഗ്രൂപ്പായിട്ട് മാത്രമല്ല അവരെ കാണേണ്ടത്. പക്ഷേ ദേ ആർ എ ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്തൗട്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് എ നാഷണൽ സ്റ്റേറ്റ്. ഇപ്പം നമുക്കറിയാം നമ്മളുടെ എന്താ പറയുക രാജ്യത്ത് നിന്ന് ഇപ്പം നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ആ നമ്മളായിരിക്കുന്ന രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിയുമ്പോൾ നമ്മളുടെ എന്താണ് എന്താ പറയുക സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ അതിനകത്ത് ഇടപെടും അല്ലേ, ഫോറിൻ മിനിസ്ട്രീസൊക്കെ അതിനകത്ത് ഇടപെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും. നമ്മളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിൽക്കാനായിട്ട് അവിടെ നമ്മളുടെ ഗവൺമെൻറ് സജ്ജമായിരിക്കും. പക്ഷേ അത് നമ്മൾ വേറെ ഏത് രാജ്യത്തായിക്കോട്ടെ നമ്മളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടാനായിട്ട് നമ്മുടെ രാജ്യം നമുക്ക് വേണ്ടി ഉണ്ടാവും. പക്ഷേ ഈ റെഫ്യൂജികളുടെ കാര്യം എങ്ങനെയാണ്? അവർക്ക് ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടവരാണ്. മാത്രമല്ല അവരൊരിക്കലും അവരുടെ നേഷൻ, അവരുടെ സ്വന്തം രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവർക്ക് ഒരിക്കലും കിട്ടുന്നില്ല. അവരെവിടെയായിരുന്നാലും അവർക്ക് അതും നിഷേധിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് അവർ. സോ അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി കരുതൽ കൊടുക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഓൾസോ റെക്കഗ്നൈസ് ദ റെഫ്യൂജീസ് ആർ നോട്ട് ഓൺലി ദ വിക്ടിംസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, മനുഷ്യാവകാശം വയലേറ്റഡ് ആയിപ്പെട്ട് അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനം അത് അനുഭവിക്കേണ്ടി വന്നവരാണ്, അല്ലെങ്കിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരാണ് എന്നുള്ളത് മാത്രമല്ല, ബട്ട് ഓൾസോ ദേ റെപ്രസെൻ്റ് എ ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്തൗട്ട് ദി പ്രൊട്ടക്ഷൻ ഓഫ് എ നാഷണൽ സ്റ്റേറ്റ്. ഒരു നാഷണൽ അവരുടെ ഒരു നേഷൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക രാജ്യത്തിൻ്റെയോ ഒന്നും പ്രൊട്ടക്ഷൻ അനുഭവിക്കാനായിട്ട് ഉള്ള സാഹചര്യം ഇല്ലാത്തവരാണ് അവർ. ഓക്കെ, ദെൻ F question, what do you mean by the social construction of reality? അപ്പോൾ ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഈ റെഫ്യൂജികളെ കുറിച്ച് പഠിക്കാൻ, അപ്പോൾ ഏതൊരു നാട്ടിലും വന്ന് താമസിക്കുന്ന ഇതുപോലത്തെ റെഫ്യൂജി ഗ്രൂപ്പ്സിനെ പറ്റി പഠിക്കാനായിട്ട്, എത്നിക് ഗ്രൂപ്പ്സിനെ പറ്റി പഠിക്കാനായിട്ട് രണ്ട് തിയറീസ് ഉണ്ട്. ഓക്കെ, ഒന്ന് പ്രൈമോഡിയലിസ്റ്റ് അപ്രോച്ച് എന്നും പറയും, രണ്ടാമത്തേത് ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് എന്നും പറയും. ഓക്കെ, ഇതേപ്പറ്റി മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ബട്ട് സ്റ്റിൽ ഞാൻ ഒരു പോയിന്റ് പറയാം. പ്രൈമോഡിയലിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു എത്നിക് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ
ഇങ്ങനെയാണ് കാണുന്നത്, ഒരേ മുഖഛായയുള്ള അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ഒരേ ഭാഷ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഒരേ കൾച്ചർ അല്ലെങ്കിൽ ട്രഡീഷൻ, റിലീജിയൻ, ബിലീഫ്സ് ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പ്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്. അവരതിന് ചേഞ്ചസ് ഒന്നും സമ്മതിക്കത്തില്ല. അവരവരുടെ ആ തനതായ ആ ഒരു രീതിയിൽ മാത്രം പോകുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് പ്രൈമോഡിയലിസ്റ്റ് അപ്രോച്ച് ഈ എത്നിക് ഗ്രൂപ്പുകളെ കുറിച്ച് അല്ലെങ്കിൽ റെഫ്യൂജീസിനെ പറ്റി പഠിക്കുന്നത്. എന്നാൽ ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് പറയുന്ന ഇതാണ്, ഇപ്പോൾ ഇങ്ങനെ റെഫ്യൂജികളായിട്ടൊക്കെ ഇപ്പോൾ ടിബറ്റിൽ നിന്നുള്ളവരാണെങ്കിലും ഇന്ത്യയിൽ വന്ന് താമസിച്ച് കുറേ നാൾ കഴിയുമ്പം എന്ത് സംഭവിക്കും? അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ അവർക്ക് ജോലി അല്ലെങ്കിൽ അവരുടെ പഠനം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ ആ രാജ്യത്തുള്ള വ്യക്തികളുമായിട്ട് ഇടപഴകി ഇപ്പോൾ എന്താ പറയുക, ഇന്ത്യക്ക് തനതായ റിലീജിയനും ഫെസ്റ്റിവൽസും അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലേക്കൊക്കെ അവരും എന്താ പറയുക അട്രാക്റ്റഡായി അതെല്ലാം യൂസ് ചെയ്ത്. സോ അപ്പോൾ അങ്ങനെ എന്ന് പറയുമ്പോൾ within the change of or within the course of time they adopt changes, അവരിൽ ചേഞ്ചസ് ഉണ്ടാവും എന്നാണ്. ഒരു സൊസൈറ്റിയിലായിരിക്കുമ്പോൾ ആ സൊസൈറ്റിയായിട്ട് മിങ്കിൾ ചെയ്ത് അവരിലും മാറ്റങ്ങൾ വരും, അവരുടെ ട്രഡീഷൻസും അവരുടെ ബിലീഫ്സും റിലീജിയനും അതിലെല്ലാം മാറ്റങ്ങൾ വരും എന്നുള്ള രീതിയിലുള്ള പഠനമാണ് ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച്. പ്രൈമോഡിയൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ്ഡ് ആണ്. എത്നിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവരിൽ ഒരിക്കലും ഒരു വ്യത്യാസം വരില്ല, അവരുടെ ലാംഗ്വേജ് ഒന്നും ഒരിക്കലും മാറ്റില്ല, അല്ലെങ്കിൽ അവരുടെ ട്രഡീഷണലൊന്നും ഒരു മാറ്റവും വരത്തില്ല എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ വസ്ത്രധാരണത്തിലൊന്നും ഒരു മാറ്റവും വരത്തില്ല എന്നാണ് പ്രൈമോഡിയലിസ്റ്റ് അപ്രോച്ച് പറയുന്നത്. എന്നാൽ ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് പറയുന്നത് എന്താണ്? കാലം പോകും തോറും അവർ അവിടുത്തെ സമൂഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരിൽ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ മൂലം അവരിൽ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവരിൽ ചേഞ്ചസ് വരുന്നു. സോ ഇറ്റ് ഈസ് ഓപ്പൺ. ഓക്കെ, എത്നിക് ഗ്രൂപ്പ്സ് ആർ ഓപ്പൺ ടു ചേഞ്ചസ് എന്നുള്ളതാണ് ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവുമ്പം എങ്ങനെയാണ്? അവർ ആ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരിൽ ഈ വ്യത്യാസങ്ങൾ, സാഹചര്യങ്ങൾ മൂലം അവരായിരിക്കുന്ന സൊസൈറ്റിയുമായിട്ട് അവർ ഇടപഴകിയാണ് അവരിൽ ഈ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. സോ അതിനെയാണ് ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ അതിനെ ആൻസർ ചെയ്യും? ദ സ്റ്റഡീസ് ഓൺ ദ എത്നിക് ഗ്രൂപ്പ്സ് വിച്ച് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ചസ് that they have undergone while being part of a particular society is called the social construction of reality. അവർ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിലായിരിക്കുമ്പോൾ അവരിൽ വരുന്ന വ്യത്യാസങ്ങൾ, സാഹചര്യങ്ങൾ മൂലമൊക്കെ അവരുടെ ട്രഡീഷനിലുമൊക്കെ വന്ന വ്യത്യാസങ്ങൾ, അത് വെച്ച് ആ ഒരു സോഷ്യൽ മിംഗ്ലിങ് അത് വെച്ച് അവരെ പഠിക്കുമ്പോൾ അതാണ് ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സ്റ്റഡീസ് ഓൺ ദ എത്നിക് ഗ്രൂപ്പ്സ് വിച്ച് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം with respect to the changes that they have undergone while being part of a particular society is called the social construction of reality. Okay. സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഇൻ 100 വേർഡ്സ് ആണ്. സോ ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ, ഹൂ ഇസ് എ റെഫ്യൂജി? ഇസ് എ റെഫ്യൂജി എ ഹോമോജീനിയസ് കാറ്റഗറൈസേഷൻ? സോ ആരാണ് ഒരു റെഫ്യൂജി? സോ അപ്പോൾ അത് നമുക്ക് ആ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഡെഫിനേഷൻ പഠിക്കുമ്പോൾ നമുക്കത് മറ്റുത്തരങ്ങളിൽ ഉപയോഗിക്കാമെന്ന്. സോ അപ്പോൾ ആ ഒരു ഉത്തരം നമുക്കെടുത്ത് അവിടെ എഴുതാം, പക്ഷേ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. സോ യൂഷ്വലി സ്റ്റുഡൻസ് ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനെ കാണത്തുള്ളൂ, അതിനുള്ള ആൻസർ മാത്രമേ എഴുതുള്ളൂ. പക്ഷേ മാർക്ക് വരുന്ന 2 ക്വസ്റ്റ്യനും കൂടി ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എഴുതുന്ന ചോദ്യത്തിന് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ രണ്ടാമതൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, ഈസ് എ റെഫ്യൂജി എ ഹോമോജീനിയസ് കാറ്റഗറൈസേഷൻ? ഹോമോജീനിയസ് കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപോലെയുള്ള ഒരു കാറ്റഗറിയാണോ? എല്ലാവരും ഒരേപോലെയാണോ? അല്ലെങ്കിൽ ഒരേ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവരാണോ എന്നുള്ളതാണ് ഹോമോജീനിയസ് എന്നുള്ള ചോദ്യം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആൻസർ, a refugee is a person who is forced to leave his own country due to a fear of persecution
for reasons of a race, religion, membership of a particular social group or opinion. ഇത് നമ്മൾ ആ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അതേപടി നിങ്ങൾക്ക് എടുത്ത് എഴുതാം. എന്താണ് എന്താണ് എന്താ എങ്ങനെയാണ് UN കൺവെൻഷൻ റെഫ്യൂജിയെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നമ്മൾ ചോദിച്ചില്ലേ. സോ അതേ ആൻസർ തന്നെ ആദ്യത്തെ പോയിന്റായിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ അത് പറയുന്നില്ല. ഇനി ബിക്കോസ് ഓഫ് ദിസ്, അപ്പോൾ ഈ ഒരു കാരണം കണ്ട്, അപ്പോൾ ഈ പീഡനം പേടിച്ച് അവർ മറ്റൊരു നാട്ടിൽ പോയി താമസിക്കുകയാണ്. ആ ഒരു കാരണം കണ്ട്, സോ ബിക്കോസ് ഓഫ് ദിസ് ഹീസ് അൺഏബിൾ ടു മേക്ക് യൂസ് ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ് ഓൺ കൺട്രി. ഇപ്പം നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു, നമ്മളൊക്കെ മറ്റൊരു രാജ്യത്ത് പോയി നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മുടെ രാജ്യം എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവും. പക്ഷേ ഇവരിങ്ങനെ അഭയാർത്ഥികൾ അവിടുന്ന് പേടിച്ച് ഓടിപ്പോന്നു, അവിടെ പീഡനം പേടിച്ചിട്ട് ഓടി വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അവർക്കൊരു പ്രശ്നം വന്നാലും they never get the help of their own country, അല്ലേ? Because of this he is unable to make use of the protection of his own country. ഓക്കെ, ആൻഡ് ഈസ് നൗ ഇൻ എ സ്റ്റേറ്റ് ഓഫ്. സോ അപ്പോൾ ഇതെല്ലാം കാരണം. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇങ്ങനെ ഇത്രയേറെ പീഡനങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു സ്ഥലത്ത് വന്ന് താമസിക്കുന്ന ഒരു വ്യക്തിക്ക്, ഇപ്പോൾ നമ്മളുടെ തന്നെ ഒരു അവസ്ഥ ഓർത്ത് നോക്കി. നമ്മളുടെ വീടുണ്ട്, നമ്മുടെ വീട്ടിലാണ് നമ്മളുടെ പ്രൊട്ടക്ഷൻ, അല്ലേ? പക്ഷേ നമ്മളുടെ വീട്ടിലുള്ളവരെ തന്നെ പേടിച്ച് നമ്മൾ എവിടെയെങ്കിലും പോയി താമസിക്കുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും പഠിക്കാനായിട്ട് ഹോസ്റ്റലിലോ എവിടെയൊക്കെയെങ്കിലും പോയി, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്കാണെങ്കിലും മറ്റൊരു നാട്ടിൽ പോയി താമസിക്കുവാണെങ്കിലും നിങ്ങൾക്ക് ആയിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പം നിങ്ങളുടെ വീട്ടുകാർ ആ വിളിപ്പുറത്തെത്തും, അല്ലേ? പക്ഷേ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഓടിപ്പോയതാണെങ്കിൽ, മറ്റൊരിടത്ത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് വീട്ടിലേക്ക് വിളിച്ച് പറയാൻ പറ്റുമോ? ഇല്ല, അല്ലേ? സോ ആ ഒരു പ്രൊട്ടക്ഷൻ ഒരിക്കലും നമുക്ക് അവിടെ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് എന്തെല്ലാം ഫീലിങ്സ് ആയിരിക്കും നമ്മുടെ ഉള്ളിലുള്ളത്? ഒന്ന് ഓർത്ത് നോക്കിയേ. സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്, അല്ലേ? ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ലോസ്, എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ. ഐസൊലേഷൻ, ആരുമില്ലാതെ ഒറ്റപ്പെട്ട ഒരവസ്ഥ. സോ സ്ട്രെസ്, ലോസ്, ഐസൊലേഷൻ ആൻഡ് ഫീലിംഗ് ഓഫ് റൂട്ട്ലെസ്നെസ്. വേര് പറിച്ച് പിഴുത് മാറ്റപ്പെട്ട ഒരു അവസ്ഥ. ഇതൊക്കെയല്ലേ നമുക്ക് തോന്നുക. സോ അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ ബിക്കോസ് ഓഫ് ദിസ് he is unable to make use of the protection of his own country and is now in a state of stress, loss, isolation and feeling of rootlessness. Clear ആണോ? ഓക്കെ, ദേ ആണ് കേട്ടോ, ദ എന്നാണ് അവിടെ ഇരുന്നത്. ദേ ആർ മൂവ്ഡ് ഫ്രം ദെയർ ലാൻഡ് ഫോഴ്സിബിളി, അല്ലേ? ബലം പ്രയോഗിച്ച്, അല്ലെങ്കിൽ അവരതിനെ നിർബന്ധിതരാവുകയാണ്. ലാൻഡ് ഫോഴ്സിബിളി ആൻഡ് നൗ ബീങ് ട്രാൻസ്പ്ലാന്റഡ് ടു എ ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റ്, അല്ലേ? അവർക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിലാണ് അവരിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, പറിച്ച് നടപ്പെട്ടിരിക്കുന്നത്, അല്ലേ? ആൻഡ് ഇനി പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആണ്. അവർ ഹോമോജീനിയസ് ഗ്രൂപ്പ് ആണോ എന്ന് ചോദിച്ചിരുന്നില്ലേ? അതിൻ്റെ ഉത്തരമാണ് ദേ ആർ ഹെട്രോജീനിയസ് കാറ്റഗറി ഓഫ് പീപ്പിൾ. കാരണം പല ഒരേപോലത്തെ ആൾക്കാരായിരിക്കത്തില്ല. അവർ ചിലപ്പോൾ പല ട്രൈബുകളിൽ നിന്ന് വന്നവരും ഒക്കെ ആയിരിക്കാം. ഇപ്പോൾ ടിബറ്റിൽ തന്നെ റെഫ്യൂജീസ് കാണുകയാണെങ്കിൽ എല്ലാവരും ആ ഒരേ ബിലീഫ് ഉള്ളവരായിരിക്കണം എന്നുണ്ടോ? ഇല്ല, അതിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നവരുണ്ടാവും, അല്ലേ? അപ്പോൾ അവരുടെ കൾച്ചറും അവരുടെ ചിലപ്പോൾ ഭാഷ തന്നെ വ്യത്യാസം ഉണ്ടാവാം. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് ദേ ആർ ഹെറ്ററോജീനിയസ്, ദാറ്റ് മീൻസ് ഡിഫറെൻ്റ് ആണെന്നാണ് അത് പറയുന്നത്. ദേ ആർ ഹെറ്ററോജീനിയസ് കാറ്റഗറി ഓഫ് പീപ്പിൾ. ഓക്കെ, ദെൻ B question. What were some of the measures taken in the 20th century to protect the rights of the refugees? So refugees-ന്റെ പ്രശ്നം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് മെഷേഴ്സ് എടുത്തത്? ഇതിലൊന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ വെച്ച് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞല്ലേ. സോ ആ പോയിൻ്റൊക്കെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ 100 വേർഡ്സിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുറച്ചും കൂടി നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളൂ. സോ ദ റെഫ്യൂജി പ്രോബ്ലം വാസ് അക്നോളജ്ഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഓക്കെ, സോ ലോകമഹായുദ്ധങ്ങൾക്കൊക്കെ ശേഷമാണ് ഈ ഒരു റെഫ്യൂജി പ്രോബ്ലം, കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പേര് ഇതുപോലെ അഭയാർത്ഥികളായിട്ട് മറ്റ് പല സ്ഥലങ്ങളിലും പോയി താമസിക്കേണ്ട അവസരം വന്നു. അപ്പോഴാണ് ഈ റെഫ്യൂജി എന്നുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ ഇൻ്റർനാഷണലി ശ്രദ്ധ കിട്ടിയത്.
So the 1948 Universal Declaration of Human Rights proclaimed basic rights for all human beings irrespective of their nationality or citizenship. നമ്മൾ മുന്നേ പറഞ്ഞ പോയിന്റ് അതേപടി അവിടെ യൂസ് ചെയ്തേക്കാണ് കേട്ടോ. It recognized that the refugees are not only victims of human rights violations but also a distinct group of individuals who are without protection of a national state. ഇത് നമ്മൾ മുന്നേ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത, അതുകൊണ്ട് ഞാൻ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കൂടാതെ the 1951 Convention on the Status of Refugees also lays down guidelines for the protection of refugees. So Universal Declaration of Human Rights കൂടാതെ 1951 Convention on the Status of Refugees also lays down guidelines for the protection of refugees. Okay, then see question, how does Simon Weil address refugeeism? സൈമൺ വെയിൽ എന്താണ് പറയുന്നത്? സൈമൺ വെയിൽ അഡ്രസ്സസ് റെഫ്യൂജിസം ആസ് ദ ലോസ് ഓഫ് റൂട്ട്സ്. അപ്പോൾ ഇത് തന്നെയാണ് വേര് നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. അതാണ് ഈ ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതേപ്പറ്റി പഠിക്കുന്നവർക്ക് എല്ലാവർക്കും പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വേര് നഷ്ടപ്പെട്ട അവസ്ഥ എന്നാണ്. ഇപ്പം ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ കുറച്ച് മുന്നേ പറഞ്ഞു. നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നും നമ്മൾക്ക് അങ്ങനെ ഓടിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ നമ്മൾ ആരുമില്ലാതെ ഒരിടത്ത് ഒറ്റയ്ക്കായിരിക്കുന്ന ഒരവസ്ഥയിൽ എന്താണ്, നമുക്കും ആ വേര് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയല്ലേ. സോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോ ലോസ് ഓഫ് റൂട്ട്സ് and the need to seek the preservation of these roots in exile. അപ്പോൾ നമ്മൾ അങ്ങനെ മറിച്ച് വേറൊരു സ്ഥലത്ത് ആണെങ്കിലും നമ്മളുടെ കുടുംബം നമ്മളെ പഠിപ്പിച്ച, അല്ലെങ്കിൽ നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള ബിലീഫുകൾ അല്ലെങ്കിൽ ട്രഡീഷൻസ് അതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എവിടെയായിരുന്നാലും ശ്രമിക്കും അല്ലേ. സോ അതാണ് ഈ റെഫ്യൂജീസും ചെയ്യുന്നത്. To be rooted is a most important need of human soul. നമ്മളൊന്ന് ഓർത്ത് നോക്കി, നമുക്ക് നല്ല വസ്ത്രമുണ്ട്, നല്ല വീടുണ്ട്, നല്ല എന്താ പറയുക ഭക്ഷണം കഴിക്കാനുണ്ട്, നല്ല ജോലി സാഹചര്യങ്ങൾ എല്ലാം ഉണ്ട് എന്ന് വെച്ചോ. പക്ഷേ നമുക്ക് നമ്മളുടെ കുടുംബമോ അല്ലെങ്കിൽ നമ്മളുടെ അങ്ങനെയുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ അവരൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുമോ? ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ പറയും ഇതൊന്നും വേണ്ട, അത് മതി എന്ന് പറയും. പക്ഷെ അങ്ങനെയുള്ള അനുഭവം ഉള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ പറയും, അയ്യോ ഇതൊന്നുമല്ല, നമ്മളുടെ എന്താ പറയുക കുടുംബത്തോട് ചേർന്നിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ വേരോട് ചേർന്നിരിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് അവർ പറയും അല്ലേ. സോ അപ്പോൾ മനുഷ്യൻ്റെ ഹ്യൂമൻ സോളിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആവശ്യം, നീഡ് എന്ന് പറയുന്നത് ബി റൂട്ടഡ് എന്നുള്ളതാണ്. ഒരു വേര് വേണം. ഇപ്പോൾ ഒരു ചെടിയാണെങ്കിൽ തന്നെ ഓർത്ത് നോക്കിയാൽ വേരില്ലാത്ത അവസ്ഥയിൽ ആ ചെടിക്ക് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? ഇല്ല. സോ മനുഷ്യനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക അല്ലെങ്കിൽ ഹ്യൂമൻ സോളിന് അത് ആവശ്യമാണ്. ഓക്കെ, സോ നമ്മൾ ഹാപ്പി ആയിരിക്കണമെങ്കിൽ അത് വേണം നമുക്ക്. ഓക്കെ, സോ ഹ്യൂമൻ ബീയിങ് ഹാസ് റൂട്ട്സ് ബൈ വെർച്യൂ ഓഫ് ഹിസ് റിയൽ, ആക്റ്റീവ് ആൻഡ് നാച്ചുറൽ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, സോ നമ്മളുടെ റിയൽ ആയിട്ടുള്ള then നമ്മളുടെ ആക്റ്റീവ് ആൻഡ് നാച്ചുറൽ പാർട്ടിസിപ്പേഷൻ അതിലാണ്. ഇപ്പം നമ്മുടെ റിലീജിയൻ ആണെങ്കിൽ തന്നെ നമ്മൾ ഇപ്പോൾ ചർച്ചിൽ അല്ലെങ്കിൽ ടെമ്പിളിൽ അല്ലെങ്കിൽ മോസ്കിൽ പോവുക, നമ്മളുടെ റിലീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുക, നമ്മളുടെ എന്താ പറയുക പിയർ മെമ്പേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സെയിം ബിലീഫ് ഷെയർ ചെയ്യുന്നവരുമായിട്ട് കോൺവേഴ്സ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരോട് കൂടെ ഒരുമിച്ച് പ്രേയറിന് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളാക്കി നിർത്തുന്നത്. ഓക്കെ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ഇപ്പോൾ മാറി നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയും തോന്നുന്നില്ല, പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് ദാറ്റ് വാട്ട് ഗിവ്സ് ലൈഫ് ടു അസ്. ഓക്കെ, this is brought about by place, conditions of birth, profession and social surroundings. നമ്മൾ ജനിച്ച സ്ഥലം, ഇപ്പം ഈ ഒത്തിരി നാൾ പുറത്തെ നാട്ടിലൊക്കെ ജോലി ചെയ്തിട്ട് സ്വന്തം നാട്ടിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം കുടുംബക്ഷേത്രം, എന്താ പറയുക നമ്മുടെ ക്ഷേത്രക്കുളം എന്നൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഉളവാക്കുന്ന കാര്യങ്ങളാണ്. സോ എന്ന പോലെ സോ ഈ ഒരു റൂട്ട് ഇറ്റ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ പ്ലേസ്, കണ്ടീഷൻസ്, നമ്മൾ ജനിച്ച സാഹചര്യങ്ങൾ, പ്രൊഫഷൻ ആൻഡ് സോഷ്യൽ, നമ്മളായിരിക്കുന്ന നമ്മുടെ സൊസൈറ്റി, അതൊക്കെയാണ് നമ്മളിൽ ആ വേരുറപ്പിച്ച് നിർത്തുന്ന കാര്യങ്ങൾ. എവ്രി ഹ്യൂമൻ ബീയിങ് നീഡ്സ് ടു ഹാവ് മൾട്ടിപ്പിൾ റൂട്ട്സ്.
And it is this that sustains his moral, intellectual and spiritual life. സോ ഇതുപോലെ നമ്മളുടെ എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ ഒരു സർക്കിൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ കസിൻസിൻ്റെ ഒരു സർക്കിൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലീസിൻ്റെ സർക്കിളൊക്കെ ഉണ്ടാവും. സോ ഇങ്ങനത്തെ അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ട്രഡീഷൻസൊക്കെ ഉണ്ടാവും. സോ ഇങ്ങനത്തെ മൾട്ടിപ്പിൾ റൂട്ട്സ് അതാണ് നമ്മളെ ഇങ്ങനെ നമ്മളാക്കി പിടിച്ചു നിർത്തുന്നത്. ആ മൾട്ടിപ്പിൾ റൂട്ട് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ദാറ്റ് സസ്റ്റെയിൻസ് വൺ പേഴ്സൺസ് മോറൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. ഓക്കെ, ദെൻ what are the challenges to the rerouting process according to Lisa Malki? ഓക്കെ, സോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ റെഫ്യൂജീസ് ആയിട്ടൊക്കെ പോകുമ്പോൾ ഒരു പറിച്ചു മാറ്റപ്പെടലാണ് എന്ന് പറയും. ആൻഡ് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അവരുടേതായ ആ ഒരു ബിലീഫ് അല്ലെങ്കിൽ അവരുടേതായ ട്രഡീഷൻസ് ഒക്കെ ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കണം എന്ന് പറയും. പക്ഷെ എത്രയൊക്കെ അങ്ങനെ കൊടുത്താലും നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇത് ചുമ്മാ ഒരു ചെടി എടുത്ത് ഒരിടത്തു നിന്ന് പറിച്ച് മറ്റൊരിടത്ത് പോയി നടുന്നത് പോലെയാണോ ഒരു വ്യക്തിയെ അവരുടെ ബിലീഫ്സും കൾച്ചറും ട്രഡീഷനും എല്ലാമായിട്ട് മറ്റൊരു നാട്ടിൽ കൊണ്ടുപോയി പറിച്ച് നടുന്നത്? അത് എളുപ്പമുള്ള കാര്യമാണോ? ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. ദർ ആർ ലോട്ട് ഓഫ് ചലഞ്ചസ്. എസ്പെഷ്യലി അത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലീസ മൽക്കി എന്നുള്ളവർ. ഓക്കെ, സോ റീറൂട്ടിംഗ് ദ റെഫ്യൂജീസ് ലൈവ്സ് along with preserving their culture and identity in an alien country. Alien എന്ന് പറഞ്ഞാൽ ഫോറിൻ ആയിട്ടുള്ള ഒരു കൺട്രി ഇസ് എ ഡിഫിക്കൾട്ട് ടാസ്ക്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ റീറൂട്ട് ചെയ്ത് മറ്റൊടുത്ത് കൊണ്ടുപോയി പ്രിസർവ് ചെയ്ത് നടാനായിട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അക്കോർഡിംഗ് ടു ലീസ Malki's research on migrant and refugee populations, the process of rerouting is an erroneous practice. ശരിക്കും പറഞ്ഞാൽ എറനസ് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ട് കേട്ടോ, എറനസ് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലീസ മൽക്കിയുടെ ഒരു അഭിപ്രായം വെച്ച് അല്ലെങ്കിൽ റിസർച്ച് വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പറിച്ച് നടാൻ നോക്കുന്നതാണ് ഏറ്റവും വലിയൊരു തെറ്റ്. Okay, she says that it is not a smooth journey for the people to pack their roots and transplant it in a new society. ഇപ്പം ഇവിടെ ഇച്ചിരി പ്രതിസന്ധിയൊക്കെ ഉണ്ട്, എന്നാൽ എൻ്റെ വേരോട് കൂടി എല്ലാം കെട്ടിമടക്കി വേറൊരു നാട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ നടാൻ പോവാ. Is that easy for them? No, never. It is not at all easy for them. The issue of the change in the legal and political status, ruptures in families, struggle for economic mobility, etc. are ignored in this context. ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, ഓരോ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴും അവർക്ക് അവരുടേതായ നിയമങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ സ്വാതന്ത്ര്യങ്ങൾ. ഇപ്പം നമ്മൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചറും വെസ്റ്റേൺ കൾച്ചറും ടോട്ടലി ഡിഫറെൻ്റ് ആണ് അല്ലേ. സോ വെസ്റ്റേൺ ആയിട്ടുള്ള ഒരാളെ അയാളുടെ കൾച്ചറും എല്ലാമായിട്ട് കൊണ്ടുവന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി പറിച്ച് നട്ടു കഴിയുമ്പോഴും അയാൾ അവിടെ അനുഭവിച്ചിരുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ ചില അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അത് ഇവിടെ വരുമ്പം ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കുമോ? നമ്മളുടെ നിയമം ഒക്കെ അനുസരിച്ച് അത് തെറ്റായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പറിച്ചു നടുക എന്ന് പറയുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ദേ ആർ എന്താണ് ദ ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റാറ്റസ്, റപ്ചേഴ്സ് ഇൻ ഫാമിലീസ്. ചിലപ്പോൾ ഇങ്ങനെ പറിച്ചു നടപ്പെടേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അവരുടെ കുടുംബം കുറേ പേര് അവിടെ ആയി പോവും, കുറേ പേര് ഇവിടെ ആയി പോവും. ദർ ഇസ് സ്പ്ലിറ്റ്. സോ ലോട്ട് ഓഫ് ഇഷ്യൂസ് ആർ ദർ. സ്ട്രഗിൾ ഫോർ എക്കണോമിക് മൊബിലിറ്റി. സോ അപ്പോൾ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. Okay, the process of attempting to balance tradition and modernity for survival in exile produces several tensions both in the young and the old. അപ്പോൾ ഇങ്ങനെ പറിച്ച് നടപ്പെടുമ്പോഴാണെങ്കിൽ തന്നെ എന്താണ് ആ ഇങ്ങനത്തെ അഭയാർത്ഥികളായിട്ടുള്ള കുടുംബങ്ങളിലെ മുതിർന്നവർ അവരെപ്പോഴും അവരുടെ തനതായ ആ ഒരു ട്രഡീഷനും കൾച്ചറും ഒക്കെ ബിലീഫും എല്ലാം വിശ്വസിച്ച് അത് പ്രാക്ടീസ് ചെയ്തു പോരുന്നവരായിരിക്കും. പക്ഷേ യങ് ജനറേഷനിലേക്ക് വരുമ്പോൾ ഒരേ സ്ഥലത്തായിരുന്നിട്ട് പോലും ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് വലിയൊരു ബുദ്ധിമുട്ടാണ്, പ്രശ്നമുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മൾ പറയുന്ന പല കാര്യങ്ങളോടും നമ്മളുടെ പേരൻസിനോ ഒന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റൊരു നാട്ടിലായിരിക്കുമ്പോൾ ചിലപ്പോൾ ആ നാടിൻ്റേതായ പല ട്രഡീഷൻസും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രാക്ടീസസും ഒക്കെ യങ്സ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്തിരിക്കുക. അപ്പോൾ സോ ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ക്രിയേറ്റ് ടെൻഷൻസ് ഇൻ ദ ഫാമിലി.
സോ അപ്പോൾ ഇങ്ങനെ പറിച്ച് നടപ്പെടുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ ട്രഡീഷനെയും മോഡേണിറ്റീനെയും ഒക്കെ ബാലൻസ് ചെയ്യേണ്ട വരുന്ന ആ പ്രശ്നങ്ങൾ, ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ലോട്ട് ഓഫ് ടെൻഷൻസ് ബോത്ത് ഇൻ ദ യങ് ആൻഡ് ദ ഓൾഡ്. ചെറുപ്പക്കാരിലും അതെ, ഏറിയവരിലും അതെ. ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ലോട്ട് ഓഫ് ട്രബിൾസ് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ വേരോടെ എടുത്ത് കൊണ്ടുവന്ന് മറ്റൊരിടത്ത് നടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൾട്ട് ടാസ്ക് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ റോങ് തിങ് ടു ഡു എന്നാണ് ലീസ മൽക്കി പറയുന്നത്. ഓക്കെ, ദെൻ differentiate between the primordialist and optional situational approaches to ethnic identity. So primordialist and optional situational approaches ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. അത് എന്താ പറയുക, ഈ റെഫ്യൂജീസിനെ പറ്റി പഠിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇതുപോലത്തെ എത്നിക് ഗ്രൂപ്പ്സുകളെ പറ്റി പഠിക്കാനായിട്ടുള്ള തിയറികളാണ്. സോ ഇവരെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒത്തിരി പേര് ശ്രമിക്കുമല്ലോ. സോ അപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന 2 തിയറികളാണ് പ്രൈമോർഡിയലിസ്റ്റും പിന്നെ ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ചസും. ഓക്കെ, സോ ഇപ്പോൾ ഈ പ്രൈമോർഡിയലിസ്റ്റ് അപ്രോച്ച് വെച്ച് പറയുന്ന ഇതാണ്. സോ ദ 2 മേജർ തിയററ്റിക്കൽ അപ്രോച്ചസ് ഇൻ ദ സ്റ്റഡി ഓഫ് റെഫ്യൂജിസം ആർ primordialist and optional situational approaches. Okay, the primordialist approach, അപ്പോൾ ഇതെന്താണ്? ദേ ആർ തിയററ്റിക്കൽ അപ്രോച്ചസ്, തിയററ്റിക്കൽ ആയിട്ടുള്ള ചില അപ്രോച്ചുകളാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ദി സ്റ്റഡി ഓഫ് റെഫ്യൂജിസം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള 2 എന്താണ് തിയററ്റിക്കൽ ആയിട്ടുള്ള അപ്രോച്ചുകളാണ് പ്രൈമോർഡിയലിസ്റ്റും ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ചും. ഓക്കെ, ഇനി പ്രൈമോർഡിയലിസ്റ്റ് അപ്രോച്ച് എന്താണ് ഓർക്കുന്നുണ്ടോ? അത് ക്ലോസ്ഡ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ദാറ്റ് മീൻസ് ഈ എന്താണ്, സോ ഐ വിൽ റീഡ് ഇറ്റ്. Approach looks upon ethnic identity as rooted in similarities in physical appearance as well as common culture, including a shared language, religion, etc. It understands ethnic identity as unchangeable. എന്താണ് ഇവിടെ പറയുന്നത്? പ്രൈമോർഡിയലിസ്റ്റ് അപ്രോച്ച് അനുസരിച്ച് എത്നിക് ഐഡൻറ്റിറ്റി എന്നതിനെ അവരെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, സിമിലാരിറ്റീസ് ഇൻ ഫിസിക്കൽ അപ്പിയറൻസ്, ഒരേപോലെ ആയിരിക്കും കാണാൻ, അല്ലേ? അല്ലെങ്കിൽ എന്താ കോമൺ കൾച്ചർ ഷെയർ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരേപോലത്തെ ഭാഷ ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ ഒരേ റിലീജിയൻ ഉപയോഗിക്കുന്നവർ എന്നുള്ളൊക്കെ രീതിയിലാണ് ഈ പ്രൈമോർഡിയലിസ്റ്റ് അപ്രോച്ച് ഒരു എത്നിക് ഐഡൻറ്റിറ്റീനെ കാണുന്നത്. എന്നാൽ ആൻഡ് ഓൾസോ അവർ പറയുന്ന എത്നിക് ഐഡൻറ്റിറ്റി ഈസ് അൺചേഞ്ചബിൾ. ഓക്കെ, അവരുടെ ആ ഒരു ട്രൈബിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി, വ്യക്തിത്വം എന്നത് ഒരിക്കലും മാറുന്നില്ല. എന്തൊക്കെയാണ് അവരുടെ വ്യക്തിത്വത്തെ എന്തെല്ലാം ഒരു സിമിലാരിറ്റീസ് ആണുള്ളത്? സിമിലാരിറ്റീസ് ഇൻ ദർ അപ്പിയറൻസ്, കാണാൻ ഒരുപോലെ ആയിരിക്കും, ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഭാഷ ഒന്നായിരിക്കും, അല്ലെങ്കിൽ റിലീജിയൻ, ബിലീഫ്സ്, ട്രഡീഷൻസ് അതെല്ലാം ഏകദേശം ഒരുപോലെ ആയിരിക്കും എന്നാണ്. ആൻഡ് ഇതൊരിക്കലും മാറില്ല, എന്നും അതുപോലെ ക്ലോസ്ഡ് ആയിട്ടിരിക്കും എന്നാണ് ഏത് പറയുന്നത്? പ്രൈമോർഡിയലിസ്റ്റ് അപ്രോച്ച് പറയുന്നത്. എന്നാൽ ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് എന്താണ് പറയുന്നത്? ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച്. നമ്മൾ ഈ റെഫ്യൂജികളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഈ ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് എന്ന് പറയുന്നതാണ്. ഇതെന്താ പറയുന്നത്? ഓപ്ഷണലാണ്, അല്ലേ? സിറ്റുവേഷണൽ ആണ്. ദാറ്റ് മീൻസ് എന്താണ്, അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് സാഹചര്യം അനുസരിച്ച് മാറാനായിട്ടുള്ള ഒരു ഇതുണ്ട് എന്നാണ് ഈ ഓപ്ഷണൽ സിറ്റുവേഷൻ അപ്രോച്ച് പറയുന്നത്. സോ optional situation approach is very useful in studying refugee groups as it conceives of ethnic identity as an ongoing process. ഇപ്പം നമ്മളുടെ തന്നെ എടുത്ത് നോക്കാം, കാലം മാറുന്തോറും എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്, അല്ലേ? ഇപ്പോൾ പണ്ടൊരു കാലത്ത് അല്ലെങ്കിൽ ഒരു 4-5 വർഷം മുന്നേ ആണെങ്കിലും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ ഫോണൊക്കെ കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പേരൻസൊക്കെ വഴക്ക് പറയും, ഏത് നേരം ഈ ഫോണിൽ നോക്കിയിരിക്കുക, കുത്തിയിരിക്കുക എന്നും പറഞ്ഞ് നമ്മളെ വഴക്ക് പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേരൻസും ഒക്കെ എന്താണ് ആ ഫോണിനോടങ്ങ് അഡിക്റ്റഡ് ആവുകയാണ്, അല്ലേ? സോ എത്ര പ്രായമുള്ളവരാണെങ്കിലും എന്താണ് ഇപ്പോൾ ഫേസ്ബുക്ക്, വാട്സാപ്പ് അതൊക്കെ അവരെ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു
വലിയ കാര്യമാണ്. സോ കാലം മാറുന്തോറും ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ യങ്സ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു മിംഗ്ലിംഗ് ആണ് എന്താണ് നമ്മളുടെ എന്താ പറയുക കഴിഞ്ഞ ജനറേഷനെയും ഇങ്ങനെ കൂടുതൽ ടെക്നോളജിക്കലി അഡ്വാൻസ് ആക്കാനായിട്ട് പ്രേരിപ്പിച്ചത് അല്ലേ. സോ അപ്പോൾ എന്ന പോലെ ഏതൊരു എത്നിക് കമ്മ്യൂണിറ്റി ആണെങ്കിലും അവർ ഒരു സൊസൈറ്റിയിൽ വന്ന് താമസിക്കുമ്പോൾ അവരായിരിക്കുന്ന ആ ഒരു സമൂഹം അവരിൽ ചില എന്താ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാക്കും. അത് സാഹചര്യം കൊണ്ട് ചിലപ്പം ഒരു വീട്ടിലെ കുട്ടി ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി താമസിച്ച് പഠിക്കുമ്പോൾ അവിടെയുള്ള ഫ്രണ്ട്സും ഒക്കെ സ്വാധീനം ചെലുത്തി ആ കുട്ടിയിൽ ചില വ്യത്യാസങ്ങൾ അതിൻ്റെ ഭാഷയിൽ വസ്ത്രധാരണത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരാം അല്ലേ. സോ അപ്പോൾ അങ്ങനെ ചേഞ്ച് വരാം എന്ന് പഠിക്കുന്നതാണ് ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ഓക്കെ. സോ ആൻഡ് ഇറ്റ് സേസ് ദാറ്റ് എത്നിക് ഐഡൻറ്റിറ്റി ഒരു എന്താ പറയുക എത്നിക് ഗ്രൂപ്പിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചേഞ്ചബിൾ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൺ ഗോയിങ് പ്രോസസ്. അതിങ്ങനെ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നു അല്ലാതെ ഇങ്ങനെ ചേഞ്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് പറയുന്നത്. ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് സീ ദെംസെൽസ് and defines themselves with respect to others in different ways. സാഹചര്യങ്ങൾ കാരണം അവരിൽ പല വ്യത്യാസങ്ങളും അവരുടെ എന്താ പറയുക ഭാഷയിലും റിലീജിയനിലും ട്രഡീഷനിലും ഒക്കെ വസ്ത്രധാരണത്തിലും ഒക്കെ വരും എന്നാണ് പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് ദ സിറ്റുവേഷൻ ദാറ്റ് ഡിഫൈൻസ് ഐഡൻറ്റിറ്റി. ഇവിടെ സിറ്റുവേഷൻ ഇറ്റ് ഈസ് ദ സിറ്റുവേഷൻ. ഓക്കെ. ഹിയർ ഇറ്റ് ഈസ് ദ സിറ്റുവേഷൻ സാഹചര്യമാണ് ഇവിടെ വ്യക്തിത്വത്തെ നിശ്ചയിക്കുന്നത്. പ്രൈമോഡിയലിൽ എന്താ പറഞ്ഞത്? വ്യക്തിത്വം എന്ന് പറയുന്നത് അത് ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ അതങ്ങനെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുവാണ്, അതിൽ അൺചേഞ്ചബിൾ ആണ്, ഒരിക്കലും അതിലൊരു വ്യത്യാസവും വരത്തില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് എന്താ പറയുന്നത്? സാഹചര്യം അനുസരിച്ച് ഏതൊരു എത്നിക് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും വ്യത്യാസങ്ങൾ വരും എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് റെഫ്യൂജിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫസ്റ്റും സെക്കൻഡും പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. താങ്ക് യു.